ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. രാവിലെ എണീച്ച് ആദ്യം കർട്ടൻ നീക്കണം, നല്ലൊരു സമാധാനമാണ്. അത് കഴിഞ്ഞാൽ നേരെ പോകണം ബാൽക്കണിയിൽ. ബാൽക്കണിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അത് കണ്ട് നിൽക്കുമ്പോൾ, ആ സീനറിയൊക്കെ ഒന്ന് കണ്ട് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ പണികളായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ രാവിലത്തെ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്നിപ്പോൾ രാവിലെ ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. മാവ് ഒഴിച്ചു. അപ്പോൾ ഇഡ്ഡലിക്ക് ഇന്നിപ്പോൾ സമ്മന്തി അരയ്ക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇഡ്ഡലി തട്ടിൽ വെച്ചു. ഇനി അത് കഴിഞ്ഞാൽ ഉടനെ തേങ്ങ അരച്ച് സമ്മന്തി ഉണ്ടാക്കണം. ഇനിയിപ്പോൾ അതാ ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഡ്ഡലി ആയിട്ടുണ്ട് മുഴുവനായിട്ട്. ഇനിയിപ്പോൾ അതാ സമ്മന്തിയും അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികൾ ഓരോന്നായിട്ട് നോക്കണം. അപ്പം ഞാൻ ബാക്കിയതൊക്കെ നോക്കട്ടെ. ഓക്കെ, അതാ ചട്നിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ അത് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് ഇനി അടുത്തത്. നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ ഈ ഒരു സമ്മന്തി കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ നല്ല സുഖമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഇതിപ്പോൾ രാവിലത്തെ കഴിഞ്ഞിട്ട് ഇനി ഇതപ്പോൾ ഉച്ചത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോരുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മത്തങ്ങ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുള്ള അരപ്പിലേക്കുള്ളതാണ് തേങ്ങ, ജീരകം, കുറച്ച് പച്ചമുളക്, ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കില്ല നമ്മൾ. അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് തൈര് വെറുതെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതായത് പോലെ ഇങ്ങനെ വെള്ളം പോലെ കിട്ടും. പിന്നെ അത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, വല്ലാതെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. കുറച്ചൊന്ന് തിള വരുന്നതോട് കൂടിയിട്ട് തന്നെ ഒന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞ് മുകളിൽ കുറച്ച് പെപ്പർ പൊടി, കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ വറുത്തിടുക. കുറച്ച് എണ്ണയിൽ കടുക്, പിന്നെ നമ്മുടെ ഉലുവ, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി അങ്ങോട്ട് വറുത്തിടുക. അപ്പോൾ ഉച്ചത്തെ മോര് കറിക്കുള്ളത് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉപ്പേരിയും കൂടി ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ. അതിൽ കുറച്ച് വെണ്ടയ്ക്ക ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നത്, കുറച്ച് വെണ്ടയ്ക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു വെജിറ്റബിൾ ഉപ്പേരിയാണ് കേട്ടോ. അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയോട് റെഡിയായി. അപ്പോൾ ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, വൈൻഡപ്പ് ചെയ്യണമെന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.